ഇതേതാ മോഡല്? 98 മോഡലാട്ടോ. ഇത് കേട്ടും 5 സിലിണ്ടർ വണ്ടി, റയർ 4 സിലിണ്ടറും അല്ല 5 സിലിണ്ടർ സ്പെഷ്യൽ എഡിഷൻ വണ്ടി. ഇതിൻ്റെ ബോണറ്റ് കാണിച്ചു തരാട്ടോ, പുതിയത് കാണിച്ചു തരാട്ടോ. ആ മഞ്ഞ കളർ കണ്ടോ, അത്രയും വേണ്ട സാധനമാണ് ഇത് ഈ കാണുന്നത്. അതേപോലെ അപ്പുറ സൈഡത്ത് ഇതാ കിടക്കുന്നു. ഇന്നോവയ്ക്കൊക്കെ ഇതേപോലെ ഊരിയെടുക്കാൻ പറ്റും, നമുക്ക് കാറുകൾക്ക് ഇങ്ങനെ പറ്റില്ല കേട്ടോ. ഇത് വന്നപ്പോൾ ഫുള്ള് മഞ്ഞ കളർ ഒടിച്ചിരിക്കുകയായിരുന്നു, അതിപ്പോൾ സെറ്റാക്കി റീസ്റ്റോർ ചെയ്ത് സംഭവം തിളക്കി എടുക്കാനായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വർക്കൊക്കെ ഉണ്ട്. ഇവിടേക്ക് വന്നായി പുതിയ ഹെഡ്ലൈറ്റ് മേടിച്ച് പൈസ കളയണ്ട. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വണ്ടിയായിട്ട് ഇന്ന് സർവീസിന് വേണ്ടി ഇറങ്ങാൻ വേണ്ടി പോകട്ടോ. വണ്ടി എടുത്തതിന് ശേഷം നമ്മൾ ഈ വണ്ടീൻ്റെ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വണ്ടി മൊത്തത്തിലൊന്ന് എഞ്ചിൻ ഓയിലും കാര്യങ്ങളും മാറാൻ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറിയിട്ട് ഗിയർ ഓയിൽ മാറണം, പിന്നെ എഞ്ചിൻ ഓയിൽ മാറണം, പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ ഗ്യാസ്കറ്റുകൾ, പിന്നെ എന്താണ് സസ്പെൻഷൻ്റെ ഒരു ചെറിയ ബാക്കിലൊരു ബുഷ് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് മാറിയെടുക്കണം കേട്ടോ. അങ്ങനത്തെ ചെറിയ ചെറിയ പണിയായിട്ടാണ് നമ്മളിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ വണ്ടി സെറ്റാണ്. ഇപ്പോൾ ഓടിച്ച് ഒരു 1500 കിലോമീറ്ററോളം ഞങ്ങൾ ഓടിച്ച് ഏകദേശം സെറ്റാണ്. വണ്ടി കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളാണ്. ഒന്ന് എഞ്ചിൻ ഓയിൽ ചെയ്യണം, പിന്നെ ഇതാ നമ്മുടെ ക്രിസ്റ്റൽ ഐ എന്ന് പറഞ്ഞൊരു LED ഹെഡ് ലാമ്പ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ ഇത് SP കസ്റ്റംസ് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഇത് മെയ്ഡ് ഇൻ ജപ്പാൻ പ്രൊഡക്റ്റ് ആട്ടോ. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ്, നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ ഉള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇത് വേണ്ടവർക്ക് വേണേൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള സാധനമാണ്. ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് വീടിൻ്റെ അവസാനം കാണാം കേട്ടോ. ഇന്ന് വരുമ്പോഴത്തേനും ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഇന്ന് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ വണ്ടീൻ്റെ കൂളൻ്റ് കാര്യങ്ങളൊക്കെ മാറണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വണ്ടിയുടെ റെഗുലർ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാട്ടോ ഇന്ന്. അപ്പോൾ ഇതുവരെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പുതിയ നമ്പർ പ്ലേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു അലോയും കൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. കാലിപ്പറിന് ഒരു റെഡ് കളർ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കത്തെ കാലിപ്പറിന് റെഡ് കളർ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ബാക്കൊക്കെ സ്റ്റോക്കാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് വരെ ഞാൻ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഉള്ളിൽ കണ്ടില്ലേ നമുക്കൊരു ചെറിയൊരു കസ്റ്റം ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, നമ്മുടെ മാഡ് മാക്സ് എന്ന് പറഞ്ഞ പേരിൽ നമുക്ക് കസ്റ്റമായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം കേട്ടോ. ഇത് രാത്രി ഭയങ്കര രസമാണ്. രാത്രി ആകുമ്പോൾ ബ്ലൂ ഇതിനകത്തൊരു തീം കളർ വരുന്നുണ്ട്, അതിനകത്ത് നല്ല ഗ്ലോ ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങളുടേതായ രീതിക്ക് നിങ്ങളുടെ എന്തെങ്കിലും ലോഗോയോ ഡിസൈനോ ഒക്കെ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അവരെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇനി അധികം സമയം കളയുന്നില്ല, നമുക്ക് നേരെ അവിടേക്ക് പോവാം കേട്ടോ. ഇവിടെ നിന്ന് ഇനി തൊട്ടടുത്താണ്. അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് ഇനി പരിപാടികളൊന്നും നടക്കൂല, അത് നമുക്ക് ഭയങ്കര ഷോക്കാട്ടോ. ഇപ്പോൾ ഭയങ്കര റൂൾസൊക്കെ മാറിയിട്ടുണ്ട്, വണ്ടി ഇതേപോലെ ഓടിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ്. ഞാൻ ഡാഷിൽ നമ്മുടെ ഗോപ്രോ സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതാകുമ്പോൾ പ്രശ്നമില്ല, നമ്മുടെ കയ്യിലും ഫോണില്ല, ഇങ്ങനെ നമുക്ക് ഓടിക്കുന്നതിൽ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൂളൻ്റ് എൻ്റെ അടുത്തുണ്ട്, അത് ഞാൻ നേരത്തെ മേടിച്ച് വെച്ച ഒരു സപ്പോർട്ടിന് വേണ്ടി ഞാൻ ഡിക്കിയിൽ എപ്പോഴും ഒരു കൂളൻ്റ് കൊണ്ട് നടക്കും. പഴയ വണ്ടിയിലുണ്ടായിരുന്നപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ അതും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു കാരണോടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ഓരോന്നോരോന്ന് ചെയ്യാം നമുക്ക്. നമ്മുടെ ബ്രേക്ക് പാഡും തീർന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറാൻ വിചാരിച്ചു ഗൈസ്. അപ്പോൾ വണ്ടിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് കേട്ടോ. നമ്മുടെ 1 തൊട്ട് 10 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് കേട്ടോ. 1 തൊട്ട് 10 വരെ അല്ലേ? 7 വരെ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ അവൻ്റെ ഷോപ്പാണിത്, ബോണ്ടഡ് ബോൾട്ട്. അതിനകത്ത് മൾട്ടി ബ്രാൻഡ് കാർ ആക്സറീസ്, പെർഫോമൻസ് അപ്ഗ്രേഡ്, പിന്നെ പെയിൻറ്റിങ്, റീസ്റ്റോറേഷൻ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ചെയ്യണ്ടല്ലേ. ഉള്ളിൽ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. കുറേ റെയർ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ വർക്കിന് വേണ്ടി വന്ന വണ്ടികളാണ്. എൻജിൻ വർക്കാണ് ഇവിടെ മെയിൻ കേട്ടോ. എല്ലാവർക്കും അവർ ചെയ്യും. എല്ലാ എന്താ പറയുക, ഡീറ്റെയിലിങ്ങും പെയിൻറ്റിങ്ങും ഡെൻറ്റിങ്ങും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അവർ ചെയ്യും. അപ്പം അതേ നമ്മുടെ വണ്ടിയുടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു റെയർ സാധനം ഉണ്ട് കേട്ടോ. ഇതാണ് ബെൻസിൻ്റെ പഴയ വണ്ടി. എടാ ഇതേതാ മോഡല്? 98 മോഡലാട്ടോ. ഇത് കേട്ടും 5 സിലിണ്ടർ വണ്ടി, റെയർ 4 സിലിണ്ടറും അല്ല 5 സിലിണ്ടർ സ്പെഷ്യൽ എഡിഷൻ വണ്ടി. ഇതിൻ്റെ ബോണറ്റ് കാണിച്ചു കേട്ടോ. എന്താ അമ്മേ, എൻജിനില്ല, എൻജിൻ അഴിച്ച് പണിയാൻ വേണ്ടി കയറ്റിയേക്കാം. അപ്പോൾ പ്രീമിയം വണ്ടികളൊക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. KL08 ഫുള്ള് പൊടി പിടിച്ചെടുക്കാൻ സെറ്റപ്പാക്കി റീസ്റ്റോർ ചെയ്ത് ഇറക്കാൻ പറ്റുന്ന മുതലാട്ടോ. ഇനി ഇൻറ്റീരിയറൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടില്ലേ, മാനുവൽ
മാനുവൽ ട്രാൻസ്മിഷൻ ആട്ടോ ഈ വണ്ടി വരുന്നത്. ഉള്ളൊന്നും പ്രശ്നമില്ല കേട്ടോ, ഉള്ളൊക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇനി എൻജിൻ്റെ പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സെറ്റാണ്. പഴയ വിൻറ്റേജ് സാധനം വേണ്ടില്ലേ, ഇത് ചെറിയ പൈസക്ക് എടുത്ത് നമുക്ക് പണിയെടുപ്പിച്ച് സെറ്റാക്കി ഇറക്കാൻ പറ്റും. നീ ചോദിച്ചിട്ടുണ്ടല്ലേ വണ്ടി വിലക്ക് എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. ഈ വണ്ടി പണി തിറക്കി കഴിഞ്ഞാൽ നൈസാവും. നല്ല നീളമുണ്ട്. 5 സിലിണ്ടർ റെയർ ഫാനാണ്. സ്പെയറും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് മേടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. നമ്മുടെ വണ്ടിയിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി അഴിച്ചിട്ടേക്ക് കേട്ടോ. ചെറിയൊരു സസ്പെൻഷൻ്റെ അവിടെ സൗണ്ട് ഉണ്ട്. ഇത് ഓക്കെയാണ്. ഈ ലിങ്ക് ചെറിയൊരു പ്ലേ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഭയങ്കര പ്ലേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സൗണ്ട് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് മാറും. പിന്നെ ഇതാ ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറണം, പിന്നെ ഓയിൽ മാറണം. അങ്ങനത്തെ ചെറിയ ചെറിയ പണികളാണ് നമ്മുടെ വണ്ടിക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറക്കാൻ വേണ്ടി പോവാം. അപ്പോൾ അതേ നമ്മുടെ വണ്ടീൻ്റെ ഫ്രണ്ടൊക്കെ അഴിച്ചിട്ടുള്ള പണിയാട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഒന്ന് മാറ്റാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അഴിച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ഇൻ്റർകൂളർ ക്ലീൻ ചെയ്ത് സെറ്റപ്പാക്കി എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ മാറാൻ പോകുന്ന ക്ലച്ചിൻ്റെ സിലിണ്ടർ. ഇത് ടൈറ്റായി കഴിഞ്ഞാൽ ഭയങ്കര ക്ലച്ചിന് ടൈറ്റ് വരും. അപ്പോൾ ഇതും മാറാൻ പോവാണ്. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളും കൂടി മാറാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ട്. ഓയിൽ ഫിൽറ്റർ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. മൊത്തത്തിൽ ഒരു 11 രൂപേൻ്റെ സാധനമുണ്ട്. കാണുന്ന ഇന്നോവയുടെ ചേസാട്ടോ. ചേസും എൻജിനും വെച്ചിട്ട് ബാക്കി ഇങ്ങനെ ഊരിയെടുക്കാം കേട്ടോ. നമുക്ക് സെറ്റ്. ഇന്നോവയ്ക്കൊക്കെ ഇതേപോലെ ഊരിയെടുക്കാൻ പറ്റും. നമുക്ക് കാറുകൾക്ക് ഇങ്ങനെ പറ്റില്ല കേട്ടോ. ഇതാ കിടക്കുന്ന വണ്ടി. ഒരു സസ്പെൻഷൻ്റെ ബാക്ക് ബൂഷ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വലിയ കുഴിയൊക്കെ ചാടുമ്പോൾ ബാക്കിൽ ലോഡ് കൂടുതലാണെങ്കിൽ വണ്ടിയിൽ ഒരു അടി വരും. ആ അടി താങ്ങുന്ന സാധനമാണിത്. അപ്പോൾ അത് പുതിയത് കാണിച്ചു തരാം കേട്ടോ. ആ മഞ്ഞ കളർ കണ്ടോ, അത്രയും വേണ്ട സാധനമാണ് ഇത് ഈ കാണുന്നത്. അതുപോലെ അപ്പുറ സൈഡത്ത് ഇതാ കിടക്കുന്നു. അപ്പോൾ അതും രണ്ടും മാറ്റി കേട്ടോ. അത് മാറ്റിയാൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ വയറാൻ ടയർ വരുന്ന സാധനങ്ങളാണ്, എപ്പോഴും മാറ്റേണ്ട സാധനങ്ങളാണ്. ഹെഡ്ലൈറ്റൊക്കെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് വന്നപ്പോൾ ഫുള്ള് മഞ്ഞ കളർ പിടിച്ചിരിക്കുകയായിരുന്നു. അതിപ്പോൾ സെറ്റാക്കി റീസ്റ്റോർ ചെയ്ത് സംഭവം തിളക്കി എടുക്കാനായിട്ട് പോകുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വർക്കൊക്കെ ഉണ്ട്. ഇവിടേക്ക് വന്നായി പുതിയ ഹെഡ്ലൈറ്റ് മേടിച്ച് പൈസ വേണ്ട. ഇങ്ങനത്തെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ, ഇങ്ങനെ ഉരച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പൊട്ടൊന്നും ഇല്ലെങ്കിൽ അടിപൊളിയായിട്ട് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഫൈനലായിട്ട് ഇത് നമ്മുടെ വണ്ടി അലൈൻമെൻറ്റ് കൂടി ചെയ്യണം കേട്ടോ. ഈ സ്റ്റിയറിംഗ് ബോക്സും കാര്യങ്ങളും റോഡൊക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് അലൈൻമെൻറ്റിൻ്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ക്ലോസിംഗ് ടൈം ആയി, എന്നാലും നമ്മൾ വിളിച്ച് പറഞ്ഞ് സെറ്റാക്കി കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ക്രിസ്റ്റലായി LED ഹെഡ്ലൈറ്റിൻ്റെ പവർ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അതിൻ്റെ പവർ. അപ്പോൾ ഇത് ഫോണിലെടുത്തുകൊണ്ട് അത്ര ക്ലിയർ അല്ല, പക്ഷെ നേരിട്ട് ഇതിലും കൂടുതൽ ബ്രൈറ്റ്നസ് ഉണ്ട് കേട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മുടെ വണ്ടി സർവീസൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് അത്യാവശ്യം പണികളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ബുഷ്, സസ്പെൻഷൻ ആ ഭാഗത്തേക്കൊന്നും നോക്കുക വേണ്ട കേട്ടോ. കാര്യം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് നമ്മുടെ ഷോപ്പിലെ അഭിഷേകമാണ്. ബോണ്ടഡ് ബോൾസ് എന്നാണ് പുള്ളിൻ്റെ ഷോപ്പിൻ്റെ പേര്. പിന്നെ കുറേ കാര്യങ്ങൾ അവർ തന്നെ പറഞ്ഞു തരും. ചില റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് നമുക്കത് വേറെ എന്തെങ്കിലും രീതിയിൽ റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അവർ അതേപോലെ തന്നെ ചെയ്തു തരും കേട്ടോ. നമ്മളൊരു ചിലപ്പോൾ ബഡ്ജറ്റ് കുറച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരെ അതിന് വേണ്ടി കോൺടാക്ട് ചെയ്യുക. പെയിൻറ്റിങ്, ഡെൻറ്റിങ് എല്ലാ സംഭവങ്ങളും അവർ ചെയ്യും കേട്ടോ. എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് സുൽത്താൻ ബത്തേരി അമ്മായിപ്പാലത്താണ് ഈ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അവിടെ ആകുമ്പോൾ ബത്തേരി ഉള്ളവർക്കൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് വണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വണ്ടി കിട്ടുന്നുമുണ്ട്. സർവീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പക്കാണ്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സ്പെയർസ് ഇപ്പോൾ കിട്ടാത്ത സ്പെയറൊക്കെ ആണെങ്കിൽ അവർ ഓർഡർ ചെയ്തതിന് വരുത്തിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വണ്ടി നീറ്റായി കൈ കിട്ടി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.